യേശുദാസിൻ്റെ മകൻ എന്നതിനപ്പുറം സംഗീത ലോകത്ത് തൻ്റെതായ സ്ഥാനം നേടാൻ വിജയ് യേശുദാസിന് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലുമായി നിരവധി ശ്രദ്ധേയ ഗാനങ്ങൾ വിജയ് യേശുദാസിന് ലഭിച്ചു. എന്നാൽ കരിയറിലുടനീളം അച്ഛനുമായി വിജയ് താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിജയ് യേശുദാസിൻ്റെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. 2007 ഗായകൻ്റെ വിവാഹം. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിജയും ദർശനയും വിവാഹിതരായത്. 2 മക്കളും ദമ്പതികൾക്ക് പിറന്നു. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു. വേർപിരിഞ്ഞതിനെക്കുറിച്ച് വിജയ് യേശുദാസ് മുൻപ് സംസാരിച്ചത് ഇപ്പോൾ വൈറലാവുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് തൻ്റെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് ഗായകൻ പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം മനസ്സ് തുറന്നത്. ഞങ്ങൾ ഒരു വിയേർഡ് സിറ്റുവേഷനിലാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നല്ല സാഹചര്യമാണ്. പക്ഷേ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കാനായില്ല. അതിൻ്റേതായ സമയം വേണം. അവർക്കെല്ലാവർക്കും ഇത് വേദനാജനകമായ സാഹചര്യമാണ്. ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂടിവെക്കുക ബുദ്ധിമുട്ടാണ്. ഇനിയും അവരെ വേദനിപ്പിക്കേണ്ട എന്നത് എൻ്റെ തീരുമാനമാണ്. മക്കൾക്ക് ഇത് കുറേ കൂടി മനസ്സിലാക്കാനുള്ള പ്രായമായി. മകൾക്ക് വളരെ പക്വതയുണ്ട്. അവൾ മനസ്സിലാക്കുകയും എന്നെയും ദർശനയെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മകൻ ചെറിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവന് മനസ്സിലാകുന്നില്ല. അവനെ മനസ്സിലാക്കിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ആൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ പ്രവൃത്തിക്ക് വില കൊടുക്കേണ്ടി വരുമെന്ന് മകൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവനോട് പറയുകയും എളുപ്പമല്ല. നമ്മളാണ് തെറ്റുകാർ, നമ്മളാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ ആ ഉത്തരവാദിത്വം എടുത്തില്ലെങ്കിൽ ഇതിലൊരർത്ഥവുമില്ലെന്നും വിജയ് യേശുദാസ് പറയുന്നു. റിലേഷൻഷിപ്പിൽ പ്രതീക്ഷകളാണ് പലപ്പോഴും പ്രശ്നമാകുന്നതെന്നും വിജയ് യേശുദാസ് പറയുന്നു. ജീവിതത്തിൽ തനിക്ക് മക്കളെ ഉപദേശിക്കാൻ താല്പര്യമില്ലെന്നും വിജയ് യേശുദാസ് വ്യക്തമാക്കി. 2000 മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് വിജയ് യേശുദാസ് പിന്നണി ഗാനരംഗത്തേക്ക് കടക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടി വന്നു. കോലക്കുഴൽ വിളി കേട്ടോ, അകലെയോ നീ, മഴ കൊണ്ട് മാത്രം, പൂമുത്തോളെ എന്നീ ഗാനങ്ങൾക്കായി 4 തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം വിജയ് യേശുദാസിന് ലഭിച്ചിട്ടുണ്ട്. സംഗീത ലോകത്തെ അച്ഛൻ്റെ ഖ്യാതി കാത്തു സൂക്ഷിക്കുന്നതിനപ്പുറം തൻ്റെ ജീവിതം ജീവിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ് വിജയ് യേശുദാസ് പറയുന്നത്. ഭാവിയിൽ മക്കളെ തൻ്റെ പാത പിന്തുടരാൻ നിർബന്ധിക്കില്ലെന്നും വിജയ് യേശുദാസ് വ്യക്തമാക്കിയിട്ടുണ്ട്.